ശ്രീ ആർ വി ബാബു, ഹമാസ് ഭീകരരുടെ ചിത്രങ്ങളുമായി പാലക്കാട് തൃത്താലയിൽ പള്ളി ഉറൂസ് നടന്നിരിക്കുന്നു. ഭീകരരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ടാണ് ഈ ഉറൂസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കേരളത്തില് തീവ്രവാദികൾക്ക് ലഭിക്കുന്ന ജനപിന്തുണ, അതായത് ആ സമുദായത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണയുടെ ഒരു ലക്ഷണമായിട്ടാണ്, അത് ഉദാഹരണമായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുക. പറയും സാധാരണ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ സാധാരണ മുസ്ലിം സമുദായം തീവ്രവാദത്തിന് അനുകൂലമല്ല, വഴിതെറ്റിപ്പോയ ചില ചെറുപ്പക്കാരുടെ പ്രവർത്തനമാണ് ഈ തീവ്രവാദം, IS പോയത് വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിയാണ്, അങ്ങനെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ 10-100 പേരാണ് IS അൽഖ്വയ്ദയിലേക്കും ഒക്കെ ചേക്കേർ ചെയ്തെന്നുള്ളത് ശരിയാണ്. പക്ഷേ കേരളത്തിലെ തീവ്രവാദത്തിന് കിട്ടുന്ന പിന്തുണയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. കാരണം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ, സിമി പോലുള്ള സംഘടനകൾ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തനം, അതിന്റെ നെറ്റ്വർക്കുകൾ ഉണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം. അതിനു മുമ്പ് ISS ആയാലും അല്ലെങ്കിൽ NDF ആയാലും തുടങ്ങിയിട്ടുള്ള സംഘടനകൾക്കൊക്കെ വളരെ വേരോട്ടം കിട്ടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോയതിനേക്കാൾ കൂടുതൽ ആളുകൾ പോവുകയും ചെയ്തു. ഇതിന്റെയൊക്കെ അത് മാത്രമല്ല, പല തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും ആസൂത്രണ കേന്ദ്രം കേരളമാണ് എന്നും അതുപോലുള്ള ഭീകരവാദികളുടെ താവളമായിട്ട് കേരളം മാറിയതിന്റെയും ചരിത്രം നമുക്കറിയാം. അപ്പോ ഇതൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യം, കേരളത്തില് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും തീവ്രവാദികൾക്കും മാനസികമായ പിന്തുണ കൊടുക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹമാസിനെ പോലുള്ള ഒരു തീവ്രവാദ സംഘടന, ലോകം മുഴുവൻ തീവ്രവാദ പ്രസ്ഥാനമായിട്ട് മുദ്രകുത്തിയിട്ടുള്ള ഒരു തീവ്രവാദം, അത് സാങ്കേതികമായി യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ ഇന്ത്യ ഹമാസിനെ തീവ്രവാദ സംഘടനയാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് ഒരു സാങ്കേതികമായ ചോദ്യമാണ്. അതിനപ്പുറത്തേക്ക് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരിൽ നടത്തിയിട്ടുള്ള കൂട്ടക്കൊലകളെ കുറിച്ചറിയാം, നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങളെ കുറിച്ചറിയാം. അപ്പോ അങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ട് ഹമാസിനെ ഇവിടെ വെള്ളപൂശാനും ഹമാസ് തീവ്രവാദികളെ എഴുന്നള്ളിക്കാനും, ഇതിനു മുൻപ് നമുക്കറിയാം ഹമാസ് തീവ്രവാദികൾ ഓൺലൈനിലൂടെ അഡ്രസ് ചെയ്തു, ഇവിടുത്തെ പ്രവർത്തകരെ അഡ്രസ് ചെയ്തുകൊണ്ട്, ഇവിടുത്തെ ആളുകളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഓൺലൈൻ ഉദ്ഘാടനം നടത്തിയ ഒരു സംഭവം നമുക്ക് തുടക്കത്തിൽ കണ്ടതാണ്. ഇതുപോലുള്ള തീവ്രവാദികൾക്കുള്ള പിന്തുണയാണ് ഇവരുടെ ബലം. കേരളത്തിൽ തീവ്രവാദികൾക്ക് കിട്ടുന്ന ബലം എന്ന് വെച്ചാൽ സമുദായത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണയുണ്ട്. അതിന് നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്, മാനസിക സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിലെ ആ സമുദായത്തിനുള്ളത്. ഇതിനെ പച്ചയ്ക്ക് എതിർക്കാതെ, ചൂണ്ടിക്കാണിക്കാതെ, അതിനെ വെള്ളപൂശാനോ അത് കണ്ടിൽ നിന്ന് നടിക്കാനോ, ഇതെല്ലാം ഒരു ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ട് അവരെ കുറ്റപ്പെടുത്തുന്നതാണ് എന്ന് വെളുപ്പിച്ചെടുക്കാനോ ഒക്കെ ശ്രമിക്കുന്നവര് യഥാർത്ഥ അപകടത്തെ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചുവെക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഹമാസ് പോലുള്ള തീവ്രവാദികളെ വെള്ളപൂശിയെടുത്ത് അവരെ മഹത്വവൽക്കരിക്കുന്ന സമീപനം. ഇപ്പോൾ വാര്യംകുന്നനെയൊക്കെ മഹത്വവൽക്കരിക്കുകയാണ്, ടിപ്പുവിനെ മഹത്വവൽക്കരിക്കുകയാണ്, ഔറംഗസീബിനെ മഹത്വവൽക്കരിക്കുകയാണ്. ഇന്ത്യക്കെതിരായിട്ട് ഭാരതത്തിന്റെ സംസ്കാരത്തെയും ദേശീയതയും തകർക്കാൻ ശ്രമിക്കുന്ന, ഹിന്ദു സമൂഹത്തെ വേട്ടയാടിയ, ഹിന്ദുക്കളെ മതം മാറ്റിയ, ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് തകർത്ത് നശിപ്പിച്ച അത്തരം ആളുകളെയൊക്കെ വെള്ളപൂശിക്കുന്ന അതേ ആളുകൾ ഇപ്പൊ ഹമാസിനെയും വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്നുള്ളത്, നാളെ ഒരു ISIS വെള്ളപൂശും, അൽഖ്വയ്ദയെ വെള്ളപൂശും. ഇതെല്ലാം നമ്മൾ കേരളത്തിൽ ആണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അങ്ങേറ്റം അപകടകരമായ ഒരു മുനമ്പിലാണ് കേരളം ജീവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ശ്രീ ആർ വി ബാബു, ഒരു കാര്യം കൂടി, ഇത് നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, ബോധപൂർവം തന്നെയാണ്. കാരണം ഈ ഹമാസ് നേതാക്കൾ ആരാണ് എന്നുള്ളതും അവരുടെ പ്രവൃത്തി എന്താണ് എന്നുള്ളതും ഈ വിശ്വാസികൾക്കടക്കം, ഇസ്ലാം മത വിശ്വാസികൾക്കടക്കം കൃത്യമായി തന്നെ അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ ഈ പള്ളി ഉറൂസ് പോലെയുള്ള ഒരു ചടങ്ങിൽ ഇത്തരത്തിൽ ആന എഴുന്നള്ളിപ്പിലൂടെ ഇവരുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടണമെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവർക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതും ഇതിൽ അവർ സംതൃപ്തരാകുമെന്നുള്ളതും വളരെ ബോധപൂർവമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ ഈ പ്രവൃത്തി നടക്കുന്നത്. അതുമാത്രമല്ല, നിയമസഭയിലടക്കം ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്ന ജനപ്രതിനിധികളുള്ള ഈ നാട്ടിൽ തങ്ങൾക്ക് അനുകൂലമായി തന്നെ തുടർന്നും ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം കൂടി ഇവർ വച്ചു പുലർത്തുന്നില്ലേ?
കേരളത്തിലെ ഈ ആരാധനാലയങ്ങള് എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് നമ്മൾ CIA പ്രക്ഷോഭകാലത്ത് കണ്ടതാണ്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അങ്ങേയറ്റം വിദ്വേഷാത്മകമായ പ്രസംഗങ്ങൾ നടത്തി ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ മുഴുവൻ ഈ തീവ്രമായ നിലപാടിലേക്കും വർഗീയമായ നിലപാടിലേക്കും ഒക്കെ പരിവർത്തനം ചെയ്യിപ്പിച്ചെടുക്കാൻ അവരുടെ ആരാധനാലയങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ വലിയ ഉദാഹരണങ്ങളുണ്ട്. ശ്രീരാമജന്മഭൂമി പ്രക്ഷോഭകാലത്ത് നമ്മൾ കണ്ടതാണ്, CIA പ്രക്ഷോഭകാലത്ത് കണ്ടതാണ്. ഈ അടുത്ത കാലത്ത് നിരവധി സന്ദർഭങ്ങളിൽ ഇവൻ ബക്രീദ് അല്ലെങ്കിൽ റംസാന്റെ ഒക്കെ സന്ദർഭങ്ങളിൽ ഭീമാപ്പള്ളിയുടെ ഇമാം നടത്തിയ പ്രസംഗം ഒക്കെ നമുക്കറിയാം. രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ആ സമുദായത്തെ വർഗീയവൽക്കരിച്ച് തീവ്രവാദ നിലപാടിലേക്ക് കൊണ്ടുപോകുന്നതിൽ അവരുടെ ആരാധനാലയങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അവരുടെ മദ്രസകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോ ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് നമ്മുടെ സർക്കാർ. ഇപ്പോ ഈ അടുത്ത ദിവസമാണ് NCHR എന്നുള്ള പേരിൽ ഒരു സംഘടന, പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാരൊക്കെ കൂടി ചേർന്ന് കോഴിക്കോട് ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ തയ്യാറായത്. അതിനെതിരായിട്ട് ഹിന്ദു ഐക്യവേദി പരാതി കൊടുത്തു, ഔദ്യോഗികമായിട്ടുള്ള രീതിയിൽ പരാതി കൊടുത്തു. ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധവൽക്കരണത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അവർക്ക് ആ സമ്മേളനം തൽക്കാലത്തെങ്കിലും മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. ശക്തമായ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ ആ സമ്മേളനം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് കേരളത്തിലാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കാൻ, അത് ആരാധനാലയങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, മതസ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തീവ്ര മതവർഗീയത വളർത്താനും തീവ്രവാദികളെ വെള്ളപൂശാനും ഉള്ള സാഹചര്യം. ഇപ്പോ ഒരു ആരാധനാലയത്തിൽ, ഇപ്പൊ ഹമാസിന്റെ തീവ്രവാദികളെ ഒരു ആരാധനാലയത്തിൽ എഴുന്നള്ളിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഹമാസിന്റെ തീവ്രവാദികളെ അല്ലെങ്കിൽ ഹമാസ് നേതാക്കന്മാരോ തീവ്രവാദികളോ അല്ലാന്നോ ആയിക്കോട്ടെ, ഹമാസിന്റെ ആളുകളെ കേരളത്തിൽ ഒരു പള്ളിയിലെ ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ ഉറൂസിൽ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? അവര് ഈ കേരളത്തിലെ മുസ്ലിങ്ങളും ഹമാസും തമ്മിലുള്ള ബന്ധം എന്താണ്? ഏത് സാഹചര്യത്തിലാണ് ഹമാസിനെ പിന്തുണയ്ക്കാൻ കേരള മുസ്ലിങ്ങൾ ബാധ്യപ്പെട്ടുള്ളത്? അപ്പോ ആഗോള മുസ്ലിം സാഹചര്യം, ആഗോള മുസ്ലിം സമുദായം ഞങ്ങളുടെ സമുദായം സഹോദര സമുദായമാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഇവര് എന്തുകൊണ്ടാണ് ഈ താലിബാന്റെ വേട്ടയാടലിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് അഫ്ഗാനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇവരിവിടെ ശബ്ദിക്കാതിരുന്നത്? സിറിയയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ഇവരോട് ശബ്ദിക്കാത്തത്? പാകിസ്ഥാനിലെ വേട്ടയാടപ്പെടുന്ന അഹമ്മദിയ മുസ്ലിങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ഇവർ ശബ്ദിക്കാത്തത്? അപ്പോ ആഗോള മുസ്ലിം സമുദായത്തിന്റെ ഒരു പാൻ ഇസ്ലാമിക് സമുദായത്തിന്റെ ഭാഗമാണ് തങ്ങൾ എന്നും അതനുസരിച്ച് അവർക്ക് വേണ്ടി പോരാടുന്നവരൊക്കെ തങ്ങളുടെ വീരപുരുഷന്മാരാണ് എന്നും അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട്, അങ്ങനെ ഒരു ധാരണ മുസ്ലിം സമുദായത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് ആണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇത് വളരെ അത്യന്തം അപകടം പിടിച്ച ഒരു സമീപനമാണ്. കേരള സർക്കാർ വളരെ നിസ്സംഗമായിട്ടാണ് ഇതിനൊക്കെ കാണുന്നത്. ഇതിനെ എല്ലാ വിധത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ്. ഈ മത തീവ്രവാദ ശക്തികൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരാണ്, കേരള സർക്കാരാണ് ഇതിന് മുഴുവൻ ഉത്തരവാദി. അവർ ഇത്തരം കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് വേണം കാണാൻ. വളരെ നന്ദി ശ്രീ RV ബാബു പ്രതികരിച്ചതിന്.